വലിയൊരു ശൃംഖല നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രബോധന മേഖലയിൽ അതിന് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ ഖുർആൻ പരാമർശിക്കന്മാരെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരടിമയായി ജീവിച്ചിരുന്ന ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഒരു സൂറത്ത് തന്നെ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതകാലത്ത് ജീവിച്ചിരുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെട്ടവരാണ് പിന്നീട് പിൽക്കാലത്ത് റബ്ബിന്റെ മഅരിഫത്തിലേക്ക് ചെന്നെത്തുമ്പോ അവിടുത്തെ അവിടുത്തെ നാവിൽ നിന്നും വീഴുന്ന ഓരോ മൊഴിമുത്തുകളും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ബന്ധത്തുമായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രത്തിൽ കാണാം. സ്വീകാര്യതയാണ് ഈ ലുഖ്മാനുൽ ഹകീം ഈ ഭൂമിയിൽ വന്നുപോയിട്ട് മക്സുത്രയായി ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവ് സയ്യിദത്തുനാ മറിയം ബീവി റളിയല്ലാഹു അൻഹാ സ്വർഗ്ഗത്തിലെ ഉമ്മമാരുടെ നേതാവാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹാ. എത്ര കൊല്ലമായി, എത്ര ആണ്ടുകളായി, എത്ര നൂറ്റാണ്ടുകളായി ഭൂപരപ്പിൽ വന്നുപോയിട്ട് അവരെയൊന്നും ലോകം മറന്നിട്ടില്ല. അവരെയൊന്നും മുഅ്മിനീങ്ങൾ മറന്നിട്ടില്ല, മറക്കുകയുമില്ല. ചിന്തിച്ചു നോക്കണം. ഈ അടുത്താണ് ഇന്ത്യയിലെ ഒരു വലിയ പണക്കാരൻ മരണപ്പെട്ടു. രത്തൻ ടാറ്റ.